അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റോഡിൻ്റെ ഒരു സ്റ്റാളിലാണ്. കമ്പനിയായിട്ട് ഒരുപാട് കാലത്തൊരു ബന്ധം നിങ്ങളുമായിട്ടുണ്ട്. ഈ SP ഒരുക്കുന്ന ഈ ഒരു എക്സിബിഷനിൽ എന്ത് ഒരു വേറിട്ടതാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പോൾ ഇത് കേരളത്തിലെ ഒരു രണ്ടാമത്തെ എക്സ്പോ ആണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാജുവലി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്ത എക്സ്പോയ്ക്ക് ഇതിൻ്റെ ഒരു ഡബിള് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ പതുക്കെ അടുത്തുള്ള സ്റ്റേറ്റിലെ കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ പതുക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് പല കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് അതിന് SPLൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതിൻ്റെ ഒരു പ്രത്യേക ഒരു എഫർട്ട് എടുത്തതിന് ഒരു നന്ദി പറയണം. പുതിയ സംരംഭകർ വരുമ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഏത് തരത്തിലാണ് ഒരു നേട്ടം? പുതിയ സംരംഭകരിൽ അവർക്ക് പുതിയ പുതിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ UV സെഗ്മെൻറ്റിൽ തന്നെയാണെങ്കിലും നമ്മൾ ചെറിയ UV ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ അവർക്ക് വളരെ താല്പര്യമുണ്ട്. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവാതെ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. പിന്നെ ഇപ്പോൾ എക്സ്പോ ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് വന്ന് തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂർക്ക് പോണതിനും ഭേദം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ക്ലയൻസിനൊക്കെ സുഖമാണ്. ഒരു ദിവസത്തെ കാര്യമുള്ളൂ, അവർക്ക് രാവിലെ വന്ന് പോയിട്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് മെഷീൻസിൽ ചെറിയ മെഷീൻസിലൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ UV സെഗ്മെൻറ്റിലാണെങ്കിലും ഒരുപാട് പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. നമ്മൾ UVയിലാണ് കൂടുതലായിട്ടും താല്പര്യം ഇപ്പോൾ കണ്ടേക്കണം. ഈ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ അതിൽ കേരളം കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? കേരളത്തിലാണോ പുതിയതൊക്കെ വന്നു തുടങ്ങുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കേരളത്തിലെ ആൾക്കാർ കൂടുതൽ വെളിയിൽ ട്രാവൽ ചെയ്യുന്നത്, കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്, പുതിയ ടെക്നോളജി ഈസി ആയിട്ട് നമ്മൾ എത്തിക്കാൻ പറ്റും വേറെ മാർക്കറ്റിനായിട്ടാണ്. പിന്നെ ഇതൊരു ചെറിയ സ്ഥലം കൂടെ ആയതുകൊണ്ട് നമുക്ക് സർവീസ് ചെയ്യാനും വളരെ ഈസിയാണ് വേറെ സ്റ്റേറ്റ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റിനെപ്പോഴും കേരളത്തിലൊരു ഡിമാൻഡ് പിയ ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ് ഇനിയും കൂടുതൽ എടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇത് കുറച്ചും കൂടെ നന്നായി. അടുത്ത വർഷം പറഞ്ഞതുപോലെ തന്നെ ഇനിയും നന്നാവും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കേരളത്തിലെ എല്ലാ സംരംഭകർക്കും വളരാനുള്ള ഒരു വഴി ഇതിലൂടെ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.